ജനുവരി 26 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ തിമോത്തേയോസ്, വിശുദ്ധ തീത്തോസ്, വിശുദ്ധ അൽബറിക്, ആർച്ചർഗായിലെ വിശുദ്ധ അൽഫോൻസ്, വിശുദ്ധ അൻസൂരിയസ്, വിശുദ്ധ അത്തനേഷ്യസ്. വിശുദ്ധ തിമോത്തേയോസ് 97 കാലഘട്ടത്തിലാണ് വിശുദ്ധ തിമോത്തേയോസ് ജീവിച്ചിരുന്നത്. പൗലോസ് ലീഗായുടെ ശിഷ്യനായ തിമോത്തേയോസ് ഏഷ്യ മൈനറിൽ ലിസ്ത്ര എന്ന സ്ഥലത്ത് ജനിച്ചു. ദൈവത്തെ ബഹുമാനിക്കുന്നവൻ എന്നാണ് തിമോത്തേയോസ് എന്ന പേരിന്റെ അർത്ഥം. പൗലോസ് അപ്പസ്തോലന്റെ അടുത്ത സുഹൃത്തും അതുപോലെ തന്നെ എഫെസസിലെ ആദ്യത്തെ ക്രിസ്ത്യൻ ബിഷപ്പും വിശുദ്ധ തിമോത്തേയോസ് ആയിരുന്നു. വിശുദ്ധ തിമോത്തി ഇന്നത്തെ തുർക്കിയിലെ ഏകദേശം AD 17 ലിക്കവോണിയയിലെ ലിസ്ത്രയിൽ ഒരു വിജാതീയനായ ഗ്രീക്ക് പിതാവിനും ഒരു യഹൂദ മാതാവിനും ജനിച്ചു. അവൻ്റെ അമ്മ യൂനിസ് പിന്നീട് ഒരു യഹൂദ ക്രിസ്ത്യാനിയായി തീർന്നു. അവൻ്റെ മുത്തശ്ശി ലോയിസ് അവനെ ഭക്തിയിലും തിരുവെഴുത്തുകളോടുള്ള സ്നേഹത്തിലും വളർത്തി. അങ്ങനെ കർത്താവിലുള്ള ആത്മാർത്ഥമായ വിശ്വാസം ബാല്യത്തിൽ തന്നെ അവന് മാതൃകയാക്കുകയും പകർന്നു നൽകുകയും ചെയ്തു. അപ്പസ്തോലനായ പൗലോസ് തൻ്റെ ആദ്യ മിഷണറി സന്ദർശനത്തിനിടെ ലിസ്ത്രയിലേക്കുള്ള 2 സ്ത്രീകളെ മതപരിവർത്തനം ചെയ്തു. 7 വർഷത്തിന് ശേഷം മടങ്ങിയെത്തിയ തിമോത്തിയെ ക്രിസ്തുവിനോടുള്ള തീക്ഷ്ണത നിറഞ്ഞതായി അദ്ദേഹം കണ്ടെത്തി. പ്രാദേശിക ക്രിസ്ത്യാനികൾ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു തിമോത്തേയോസ്. പൗലോസിൻ്റെ ആദ്യത്തെ മിഷണറി യാത്രയിൽ രക്ഷകനെക്കുറിച്ചുള്ള പൗലോസിൻ്റെ സുവിശേഷ പ്രഘോഷണം തിമോത്തി കേട്ടിരുന്നു. തിമോത്തിയെ സത്യത്തിൻ്റെ രക്ഷാകരമായ അറിവിലേക്ക് കൊണ്ടുവരാൻ പൗലോസ് അപ്പസ്തോലന് കഴിഞ്ഞു. തിമോത്തി വളർന്നത് ഒരു പ്രത്യേക ക്രിസ്ത്യൻ സ്വഭാവം രൂപപ്പെടുന്ന ഒരു ചുറ്റുപാടിലാണ്. വിശുദ്ധ തിമോത്തി ഒരു ഭീരുവായിരുന്നു. സ്വഭാവത്താൽ സംരക്ഷിതമായ വാത്സല്യമുള്ള ഒരു ചെറുപ്പക്കാരൻ. വിശുദ്ധ പൗലോസിൻ്റെ വിശ്വസ്ത അനുയായിയായി മാറി. പൗലോസ് അവനെ കർത്താവിൽ തൻ്റെ പ്രിയപ്പെട്ടവനും വിശ്വസ്തനുമായ മകൻ എന്ന് വിളിച്ചു. 2ാം യാത്രയിൽ പൗലോസിൻ്റെ ലിസ്ത്ര സന്ദർശനം മുതൽ റോമിൽ പൗലോസിൻ്റെ മരണം വരെ ഒരുപക്ഷെ 17 വർഷക്കാലം വരെ തിമോത്തി പൂർണ്ണമായും പൗലോസിൻ്റെ അടുത്തായിരുന്നതായിട്ട് പറയപ്പെടുന്നു. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും പൗലോസിനോടുള്ള വിശ്വസ്തതയിലും എതിർത്ത് നിൽക്കുന്ന, വിമുഖത കാണിക്കുന്ന കൊരിന്ത്യക്കാരെ ശക്തിപ്പെടുത്തുവാനും പ്രോത്സാഹിപ്പിക്കുവാനും പൗലോസ് തിമോത്തിയെ ചുമതലപ്പെടുത്തി. തിമോത്തിയുടെ സമർപ്പണവും കർത്താവിന് വേണ്ടിയുള്ള അവൻ്റെ പ്രവർത്തനവും അവൻ്റെ ജന്മനാടായ ലിസ്ത്രയിലും വലിയ നഗരമായ ഇക്കോണിയത്തിലും ക്രിസ്ത്യാനികളുടെ പ്രശംസ പിടിച്ചുപറ്റി. തിമോത്തിക്ക് വേണ്ടത്ര നേതൃശേഷി ഉണ്ടായിരുന്നു. ലിസ്ത്രയിലും ഇക്കോണിയത്തിലുമുള്ള നിരവധി സഭാംഗങ്ങൾ കർത്താവിൻ്റെ സേവനത്തിനായി തിമോത്തിയെ ശുപാർശ ചെയ്തു. യഹൂദമതത്തെയും എബ്രായ തിരുവെഴുത്തുകളെയും കുറിച്ചുള്ള അറിവ്, ഗ്രീക്ക് പിതാവിലൂടെയുള്ള വിജാതീയ ബന്ധങ്ങൾ എന്നിവയുൾപ്പെടെ തിമോത്തിയിലെ നിരവധി സ്വഭാവ ഗുണങ്ങൾ പൗലോസിനെ ആകർഷിച്ചു. ഒരു ഭക്തനായ ക്രിസ്ത്യാനി എന്ന നിലയിൽ തിമോത്തിയുടെ പ്രശസ്തി വളരെ അധികം തന്നെയായിരുന്നു. തിമോത്തിയെ ഉപദേശിക്കാൻ തൻ്റെ സമയവും പരിശ്രമവും വിലമതിക്കുന്നതാണെന്ന് പൗലോസിന് ബോധ്യപ്പെടുകയുണ്ടായി. വിശുദ്ധ പൗലോസ് സിനഗോഗുകളിൽ സുവിശേഷം പ്രസംഗിക്കാൻ തിമോത്തിയെ വിളിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്തു. വിശുദ്ധ പൗലോസ് തിമോത്തിയെ വ്യക്തിപരമായി പരിച്ഛേദനം ചെയ്യുകയും സ്നാനപ്പെടുത്തുകയും ചെയ്തു. തൻ്റെ മിഷണറി യാത്രകളിൽ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിൽ അവനോടൊപ്പം ചേരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ തിമോത്തി പൗലോസിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനും പൗലോസിൻ്റെ വിശ്വസ്ത പങ്കാളികളിൽ ഒരാളുമായി. തിമോത്തിയെ സേവിക്കാൻ നിയോഗിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം കുറഞ്ഞത് 5 പുതിയ നിയമസഭകളിൽ ശുശ്രൂഷ ചെയ്തു. സെൻറ്റ് പോളിൻ്റെ സഹപ്രവർത്തകനും സഹായിയും. ലിസ്ത്ര വിട്ട ശേഷം പൗലോസിൻ്റെ 2ാമത്തെ യാത്രകളിൽ തിമോത്തിയോസും ഒപ്പമുണ്ടായിരുന്നു. തൻ്റെ 3ാമത്തെ മിഷനറി യാത്രയിൽ അവൻ എഫെസോസിൽ അപ്പസ്തോലനോടൊപ്പം ഉണ്ടായിരുന്നുവെന്ന് തിരുവെഴുത്ത് നമ്മെ അറിയിക്കുന്നു. നഗരത്തിലായിരിക്കുമ്പോൾ അവനെയും എറസ്റ്റസ് എന്ന പേരുള്ള ഒരു മനുഷ്യനെയും പൗലോസ് മാസഡോണിയയിലെ സഹോദരങ്ങളെ ശുശ്രൂഷിക്കാൻ അയച്ചിരുന്നു. പിന്നീട് ജെറുസലേമിലേക്കുള്ള യാത്രാമധ്യേ ഏഷ്യയിലുള്ള അപ്പസ്തോലനെ അനുഗമിക്കുവാൻ ത്രോവാസിൽ വെച്ച് അദ്ദേഹം മറ്റുള്ളവരെ കണ്ടുമുട്ടുന്നു. മിഷണറി സംഘത്തിലെ സജീവവും വിശ്വസ്തനുമായ ഒരു അംഗമായിരുന്നു തിമോത്തി. ജെറുസലേമിലെ അപ്പസ്തോലന്മാരും മറ്റു നേതാക്കന്മാരും അടുത്തിടെ നടന്ന കോൺഫറൻസിൽ തീരുമാനിച്ചത് യേശുവിൻ്റെ അനുയായികളോട് പറയുന്നതിൽ തിമോത്തി പൗലോസിനും ശീലാസിനും ഒപ്പം ചേർന്നു.
പൗലോസ്, ശീലാസ്, തിമോത്തിയൂസ് എന്നീ മൂവരുടെയും സാക്ഷ്യത്തിന്റെ ഫലമായി സഭകൾ അവരുടെ വിശ്വാസത്തിൽ ശക്തമായി വളർന്നു. ഓരോ ദിവസവും കൂടുതൽ ആളുകൾ രക്ഷയ്ക്കായി യേശുവിൽ വിശ്വസിച്ചു. വിശുദ്ധ പൗലോസ് വിശുദ്ധ തിമോത്തിയുടെ ആത്മാവിൽ നട്ടുപിടിപ്പിച്ച വിശ്വാസത്തിന്റെ വിത്ത് സമൃദ്ധവും നല്ല രീതിയിൽ അത് ഫലം പുറപ്പെടുവിക്കുകയും ചെയ്തു. അദ്ദേഹം പൗലോസിന്റെ ശിഷ്യനും സുവിശേഷ പ്രസംഗത്തിൽ അവന്റെ സന്തത സഹചാരിയും സഹപ്രവർത്തകനുമായി. അപ്പസ്തോലനായ പൗലോസ് തിമോത്തിയെ സ്നേഹിച്ചു. തൻ്റെ ലേഖനങ്ങളിൽ അവനെ തൻ്റെ പ്രിയപ്പെട്ട പുത്രൻ എന്ന് വിളിച്ചു. അവൻ്റെ ഭക്തിയും വിശ്വസ്തതയും നന്ദിയോടെ സ്മരിച്ചു. അപ്പസ്തോലൻ്റെ 4 കത്തുകളുടെ കുറിപ്പുകളിൽ തിമോത്തി വിശുദ്ധ പൗലോസുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പുതിയ നിയമത്തിൽ അദ്ദേഹത്തെ 28 തവണ പരാമർശിച്ചിട്ടുണ്ട്. തെസ്സലോനിക്കർ, 2 കൊരിന്ത്യർ, ഫിലിപ്പിയൻസ്, കൊലോസിയർ, ഫിലമോൻ എന്നീ പുസ്തകങ്ങളുടെ സഹ എഴുത്തുകാരനാണ് വിശുദ്ധ തിമോത്തി. വിശുദ്ധ പൗലോസിന് തിമോത്തിയോസിനുള്ള വലിയ സ്നേഹത്തിന്റെ ഫലമായി പുതിയ നിയമത്തിലെ 2 കത്തുകൾ പൗലോസിൽ നിന്ന് തിമോത്തിയോസിന് എഴുതിയ കത്തുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. സുവിശേഷം മലിനമാകാതെ സൂക്ഷിക്കുവാൻ പൗലോസ് തിമോത്തിക്കൊരു വിശുദ്ധ ട്രസ്റ്റ് നൽകി. തിമോത്തിയുടെ ആത്മീയമായ ജീവിതവും ശുശ്രൂഷയും അദ്ദേഹത്തിൻ്റെ നിരന്തരമായ ശ്രദ്ധയുടെ ഫലമായിരുന്നു. പൂർണ്ണ ഹൃദയത്തോടെ രക്ഷകനും അവൻ്റെ പ്രവൃത്തിക്കും സ്വയം സമർപ്പിച്ചതിൻ്റെ ഫലമായി വിശ്വാസത്തിൽ തിമോത്തിയുടെ പുരോഗതി മറ്റുള്ളവർ തിരിച്ചറിഞ്ഞിരുന്നു. താൻ എങ്ങനെ ജീവിച്ചു, എന്താണ് പഠിപ്പിച്ചത് എന്നതിനെക്കുറിച്ച് തിമോത്തി വളരെ ശ്രദ്ധാലുവായിരുന്നു. ഒരു ദൈവമനുഷ്യൻ എന്ന നിലയിൽ തിമോത്തിയോസ് കർത്താവിൻ്റെ ഉടമസ്ഥതയിലുള്ളവനും അവന് കീഴടങ്ങുകയും ചെയ്തു. പൗലോസ് തിമോത്തിയോസിന് വേണ്ടി രാപ്പകൽ പ്രാർത്ഥിച്ചു. ചില സഭകളുടെ മന്ദഗതിക്ക് പ്രതിവിധി ഉണ്ടാക്കുവാൻ ശ്ലീഹായുടെ നിർദ്ദേശപ്രകാരം തിമോത്തിയോസ് അത്യന്തം എത്തിച്ചിട്ടുണ്ട്. പിന്നീട് ശ്ലീഹ തിമോത്തിയോസിനെ എഫെസോസിലെ മെത്രാനായി നിയമിച്ചിരുന്നു. അങ്ങനെ എഫെസോസിൽ മെത്രാനായിരിക്കുമ്പോഴാണ് ശ്ലീഹായുടെ 2 ലേഖനങ്ങൾ തിമോത്തിയോസിന് ലഭിച്ചത്. ശ്ലീഹ തിമോത്തിയോസിന് നൽകിയ ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനമായത് വിശുദ്ധ ഗ്രന്ഥം വായിക്കുക എന്നതാണ്. അത് ദൈവനിവേശിതമാകിയാൽ വിശ്വാസികളെ പഠിപ്പിക്കാൻ എത്രയും ഉപകാരപ്രദമായിരിക്കുമെന്ന് അപ്പസ്തോലൻ തിമോത്തിയോസിനെ ധരിപ്പിച്ചു. 97-ാം ആണ്ടിൽ ശ്ലീഹായുടെ ഈ വിശ്വസ്തദാസനും അവസാനം രക്തസാക്ഷിത്വ മകുടം ചൂടി. നാം ഈശോയുടെ കൂടെ മരിച്ചാൽ അവിടുത്തോടുകൂടെ ജീവിക്കും, അവിടുത്തോടുകൂടെ സഹിച്ചാൽ അവിടുത്തോടുകൂടെ വാഴും. 2 തിമോത്തി 2:11-12 ഇപ്രകാരം പറയുന്നത്. വിശുദ്ധ പൗലോസിൻ്റെ വിശ്വസ്ത ശിഷ്യനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിശ്വാസിയുമായ വിശുദ്ധ തിമോത്തിയോസേ, ഈ ലോകത്തുള്ള എല്ലാ മിഷണറിമാർക്ക് വേണ്ടിയും നിരന്തരം പിതാവായ ദൈവത്തോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.